ജൂൺ 12 ബുധനാഴ്ച. മത്തായി 5:17 മുതൽ 19 വരെ വാക്യങ്ങൾ. ഒരിക്കൽ ഒരു ഡൊമിനിക്കൻ ഫാദറും ഒരു ഫ്രാൻസിസ്കനും കൂടി നടക്കുമ്പോൾ ഒരു അരുവിക്കരയിൽ വന്നു. ഡൊമിനിക്കൻ ചെരിപ്പുകൾ ധരിച്ചിരുന്നതിനാൽ വെള്ളത്തിലൂടെ തന്നെ എടുത്തുകൊണ്ട് പോകാമോ എന്ന് ഫ്രാൻസിസ്കനോട് ചോദിച്ചു. അങ്ങനെ ഫ്രാൻസിസ്കൻ ആ ഡൊമിനിക്കൻ പാതിരിയെ ചുമലിലേറ്റി വെള്ളത്തിലേക്ക് നടന്നു. അരുവിയുടെ നടുവിലെത്തിയപ്പോൾ അയാൾ നിന്നു. ഡൊമിനിക്കനെ നോക്കി, നിങ്ങളുടെ പക്കൽ പണം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. $2-3 കാണും, ഡൊമിനിക്കൻ പറഞ്ഞു. സഹോദര, എന്നോട് ക്ഷമിക്കൂ, ഫ്രാൻസിസ്കൻ പറഞ്ഞു. ഞങ്ങളുടെ നിയമമനുസരിച്ച് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് പണം കൊണ്ടുപോകുന്നതിൽ നിന്ന് എന്നെ വിലക്കുന്നു. അതോടെ അവൻ ആ ഡൊമിനിക്കനെ വെള്ളത്തിലേക്ക് ഇട്ടു. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്, താൻ വന്നിരിക്കുന്നത് ന്യായപ്രമാണത്തെ ഇല്ലാതാക്കുകയോ പ്രവാചകന്മാർ പ്രഘോഷിച്ച പഠനങ്ങൾ വിമർശിക്കുന്നതിന് വേണ്ടിയോ അല്ല. ന്യായപ്രമാണം നിറവേറ്റുക എന്നാണ് തൻ്റെ ഉദ്ദേശം. കൽപ്പനകൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണെന്നും യേശു ഊന്നിപ്പറയുന്നു. എന്നിരുന്നാലും ഫരിസേയരുടെ ദൃഷ്ടിയിൽ യേശു പലപ്പോഴും യഹൂദ നിയമങ്ങൾ ധിക്കരിക്കുന്നവനായിട്ടാണ് കാണപ്പെട്ടത്. നിയമം അനുസരിക്കാത്തതിന് അവർ പലപ്പോഴും അവിടുത്തെ വിമർശിച്ച്, കുറഞ്ഞത് അവർ വിശ്വസിച്ച രീതിയിൽ അത് അനുസരിക്കണം ആയിരുന്നു. ഫരിസേയർ അനുസരിക്കുന്ന പോലെ യേശു നിയമം പാലിച്ചില്ല. ഫരിസേയർ നിയമത്തിൻ്റെ അക്ഷരാർത്ഥം അനുസരിച്ച് ജീവിച്ചു. യേശു ജീവിച്ചത് മറ്റൊരു നിയമപ്രകാരമാണ്, സ്നേഹത്തിൻ്റെ നിയമം. യഹൂദരുടെ മിക്ക ആചാരങ്ങളും നിയമങ്ങളും യേശു പിന്തുടർന്നു. എന്നിരുന്നാലും സ്നേഹവും അനുകമ്പയും ആവശ്യമുള്ള ആളുകളുടെ കാര്യം വന്നപ്പോൾ യേശു ദൈവത്തിൻ്റെ നിയമപ്രകാരം ജീവിച്ചു. അതെ, എല്ലാ കൽപ്പനകളും പ്രധാനപ്പെട്ടതും ആവശ്യമുള്ളതുമാണ്. എന്നാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 2 കൽപ്പനകൾ മറ്റ് 8 കൽപ്പനകളുടെ അടിസ്ഥാനമാണ്. ദൈവത്തോടുള്ള സ്നേഹവും അയൽക്കാരനോടുള്ള സ്നേഹവും. എല്ലാറ്റിനും മുമ്പേ സ്നേഹം വരണം. സ്നേഹബന്ധത്തിലെ നിയമവും പാരമ്പര്യവും എല്ലാം രൂപാന്തരപ്പെടുന്നു. യേശു പറഞ്ഞതുപോലെ സ്നേഹമാണ് ഏറ്റവും കൽപ്പന. ഫരിസേയരെ പോലെ നമുക്കും നിയമവാദികളാകാൻ സാധിക്കും. മറ്റൊരാൾ എന്തെങ്കിലും ചെയ്യുന്നത് ശരിയല്ല എന്ന് നമുക്ക് വിലയിരുത്താം. എന്നാൽ വിധിക്കാൻ ആരാണ് നമ്മൾ? ആ വ്യക്തി എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നമുക്കറിയില്ല. വിധിക്കാനുള്ള അവകാശം നമുക്കില്ല. വിധിക്കേണ്ടത് ദൈവമാണ്. മറ്റൊരാൾ നമ്മെ വിധിക്കുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ടും ചില സമയങ്ങളിൽ നാം വിധിക്കുന്നതിൽ മുൻപാണ്. കൽപ്പനകൾ പാലിക്കുന്നതിൽ നാം ഒരിക്കലും തികഞ്ഞവരാകില്ല. കാരണം നമ്മൾ മനുഷ്യരാണ്, ദൈവമല്ല. എന്നിരുന്നാലും പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും മറ്റുള്ളവരെ കൂടുതൽ പൂർണ്ണമായും ന്യായവിധിയില്ലാതെ സ്നേഹിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഇത് മാത്രമേ ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നുള്ളൂ. എല്ലാവർക്കും
നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.